നമ്മളിൽ മിക്ക ആളുകളും ട്രൂ കോളർ ഉപയോഗിക്കുന്നവരാണ്. ചില ആളുകൾക്കൊക്കെ ട്രൂ കോളർ ഉപയോഗിക്കാൻ പേടിയാണ്. എന്നാൽ നിലവിൽ ട്രൂ കോളർ ഉപയോഗിക്കുന്നവർക്ക് ചില ഹിഡൻ ഫീച്ചറുകൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ട്രൂ കോളർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ സാധാരണ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇനി നമ്മളെ ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാലോ ആ കോൾ അറ്റൻഡ് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരാളെ കോൾ ചെയ്തിട്ട് അദ്ദേഹം അറ്റൻഡ് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇദ്ദേഹത്തെ കോൾ ചെയ്യാണ്. ഇപ്പോൾ കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൾ അവിടെ കണക്റ്റായി കുറച്ച് നേരം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കിതാ ഞാനിപ്പോൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ ട്രൂ കോളറിൽ നിന്നും ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് പല ആളുകൾക്കും അറിയില്ല. ട്രൂ കോളറിൽ തന്നെ ഇതിനായിട്ടൊരു പ്രത്യേക ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് ഞാനിപ്പോൾ ട്രൂ കോളർ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ കോൾസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈഡ് ഫോർ ഫോൺ ബുക്ക് കോൺടാക്റ്റ് എന്ന ഭാഗം. അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് ഇതേപോലെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും അതേ വ്യക്തിയെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ വ്യക്തിയെ കോൾ ചെയ്യാണ്. ഇപ്പോൾ കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൾ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ആ ഒരു പോപ്പപ്പ് ഇവിടെ കാണുകയില്ല. ഓക്കെ, ഇപ്പോൾ കട്ടായിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ ആ നേരത്തെ കണ്ട പോപ്പപ്പ് ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പോപ്പപ്പ് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റിങ്സ്. പല ഫോണിലും നമുക്ക് കോളേഴ്സ് അനൗൺസ്മെൻ്റ് ഉണ്ട്. അതായത് ആരാണ് നമ്മളെ വിളിക്കുന്നത്, നമ്പർ ആണെങ്കിലും പേരാണെങ്കിലും നമുക്ക് വിളിച്ച് പറയുന്ന ഓപ്ഷൻ. പക്ഷേ അതില്ലാത്ത മൊബൈലിൽ ട്രൂ കോളറിലൂടെ അത് എനേബിൾ ചെയ്യാൻ സാധിക്കും. ട്രൂ കോളർ ഓപ്പൺ ചെയ്യുക, 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കോൾസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അനൗൺസ് ഫോൺ കോൾസ് എന്ന ഭാഗം. ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആര് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും ആ പേര് വിളിച്ച് പറയും, അല്ലെങ്കിൽ നമ്പർ വിളിച്ച് പറയും. ഇവിടെ തന്നെ നമുക്ക് സെറ്റിങ്സ് നൽകിയിട്ടുണ്ട്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾവേസ് എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അതുതന്നെയാണ് ഏറ്റവും നല്ലത്. താഴെ നമുക്ക് ബ്ലൂടൂത്തോ ഹെഡ്സെറ്റോ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റ് കേൾക്കുകയുള്ളൂ. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാനുള്ളത്, ട്രൂ കോളറിലൂടെ നമുക്ക് സ്പാം കോളുകൾ, സ്പാം മെസ്സേജുകൾ നമുക്ക് തടയാൻ സാധിക്കും. അതിനായിട്ട് ട്രൂ കോളർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ബ്ലോക്ക് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇവിടെ ഓഫിലായതുകൊണ്ടാണ് ഇവിടെ റെഡ് കളർ കാണിക്കുന്നത്. അതിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ബേസിക് എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഗ്രീൻ കളർ ആകും. നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗ്രീൻ കളർ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ മാക്സിമം എന്ന ഭാഗമുണ്ട്. അത് ട്രൂ കോളർ പേയ്മെൻറ്റ് ചെയ്ത, അതായത് പ്രീമിയം വേർഷൻ എടുത്തവർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇത് സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ താഴെയുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രൂ കോളറിലൂടെ സ്പാം മെസ്സേജുകൾ എങ്ങനെ തടയാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ മെസ്സേജിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. മുകളിൽ റെഡ് കളറാണ് കാണുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഡിഫോൾട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും, പക്ഷേ ഇതിൽ അങ്ങനെ കാണിക്കുന്നില്ല. ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജിങ് ആപ്പിലായിരിക്കും ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടാകുക. ഇതിൽ ട്രൂ കോളർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അവിടെ ഗ്രീൻ കളർ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് പ്രിഫറൻസസ് എന്ന ഭാഗത്ത് മാനേജ് പ്രിഫറൻസസ് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ഭാഗം എല്ലാം നിങ്ങൾ എനേബിൾ ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് താഴെ ഫ്രോഡ് വാർണിംഗ് എന്ന ഭാഗവും ഓപ്പണിൽ കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ തടയാൻ സാധിക്കും എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്പാമായിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ ഫ്രോഡായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൂ കോളർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.